എനിക്ക് ഒറ്റ മറുപടിയുള്ളൂ. എന്റെ കാല് മുട്ടുകാല് കല്ലേടിക്കുന്നു പറഞ്ഞതിന് ഒറ്റ മറുപടിയുള്ളൂ. ഒന്ന് ചിരിപ്പിക്കാതെ പോടെ ചേർക്കാം. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പം KSUക്കാർ ചെയ്തതിന് വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ കാല് തല്ലി ഒഴിച്ചു ആരുമില്ലാത്ത. അങ്ങനെയാണെങ്കിൽ അതും ന്യായീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിനെനിക്ക് ഒറ്റ മറുപടിയുള്ളൂ. എന്റെ കാല് മുട്ടുകാല് കല്ലേടിക്കുന്നു പറഞ്ഞതിന് ഒറ്റ മറുപടിയുള്ളൂ. ഒന്ന് ചിരിപ്പിക്കാതെ പോടെ ചേർക്കാം. വളിയൻ വലീഫിനുള്ള മറുപടി അത് സതീശൻ നല്ല കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിലും സതീശനൊക്കെ ആരാ ഇവന് നിങ്ങളൊരു കാര്യം ആലോചിക്കണോ? ഇവൻ്റെ ദേശം എന്ന് പറയുന്നത് മലപ്പുറത്താണ്. ആര് ഈ വലീഫ് എന്ന് പറയുന്നിടത്തിന്? വലീഫ് മലപ്പുറംകാരനാണ്. മലപ്പുറത്ത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ നിന്നിട്ട് ജയിക്കാനും ഓനെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. എന്നിട്ട് ഓനെന്താക്കണത് മലപ്പുറത്തെ ഈ പറയുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ സ്ഥാനാർത്ഥി, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ സ്ഥാനാർത്ഥി, അങ്ങനെ എല്ലായിടത്തും സ്ഥാനാർത്ഥിയായി വെക്കുക. ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടേ? ഒരു മലപ്പുറത്ത് ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ എത്ര വോട്ടർമാരുണ്ടാവും? മാക്സിമം എത്ര വോട്ടർമാരുണ്ടാവും ഒരു വാർഡിൽ? അപ്പോൾ ആ ഒരു വാർഡിൽ മത്സരിച്ച് വിജയിക്കാൻ 1500 2000 കൂട്ടിക്കോ മാക്സിമം വോട്ടർമാർ. അത്ര ഏറ്റവും സാന്ദ്രതയുള്ള പോപ്പുലേഷനുള്ള ഒരു വാർഡാണെങ്കിൽ പോലും ഒരു 2000 ആൾക്കാരുണ്ടാവും മാക്സിമം, അല്ലേ? ഈ 2000 വോട്ടർമാർ ഉള്ളിടത്ത് ഒരു വാർഡിൽ മത്സരിച്ച് വിജയിക്കാൻ കഴിയാത്ത വലീഫാണ് പറയുന്നത്. എന്താ ന്യായീകരണമാണ്? ക്യാപ്സ്യൂളാണ്. എന്താ ക്യാപ്സ്യൂള്? വീണ ജോർജിനെ ആക്രമിച്ചിട്ട് അതിന് ദൃശ്യങ്ങൾ എവിടെയാണെന്നല്ല ചോദിക്കുന്നത്. ദൃശ്യങ്ങൾ എവിടെയെന്ന് ചോദിക്കുമല്ലോ. കാരണം നടക്കാത്ത കാര്യം നടന്ന് പറയുമ്പോൾ, ഇല്ലാത്ത അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് ദൃശ്യങ്ങൾ എവിടെയെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ആ ദൃശ്യങ്ങളില്ല. അപ്പോൾ ഇത് ദൃശ്യങ്ങളില്ലാത്തതുകൊണ്ട് വലീഫ് ഇതിനൊരു മറുപടി പറഞ്ഞതാണ്. പക്ഷേ മാസ് മറുപടി എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കാല് തല്ലി ഒടിച്ചിട്ട് അപ്പോൾ അതിന് ഞങ്ങൾ ദൃശ്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്? ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോൾ അതിന് പ്രതിപക്ഷ നേതാവിൻ്റെ കാല് തല്ലി ഒടിച്ചിട്ട് ദൃശ്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കും, കാല് ശരിയാക്കാനുള്ള പരിപാടിക്ക് ചെയ്യും. ഇപ്പോൾ ബോൺ ഫ്രാക്ചറൊക്കെ ആയാലും നമ്മളെ തല്ലി ഒടിച്ചാൽ അത് നേരെയാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അത് ഗവൺമെൻറ് ആശുപത്രി പോകില്ല കേട്ടോ. ഗവൺമെൻറ് ആശുപത്രി പോയി കഴിഞ്ഞാൽ കാലെ മുറിച്ച് മാറ്റും, പിന്നെ കൃത്രിമ കാല് വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ആശുപത്രി പോകില്ല. ഞങ്ങളിത് പ്രൈവറ്റ് ആശുപത്രി പോയിട്ട് ചികിത്സിച്ചിട്ട് ആ കാല് റെഡിയാക്കി എടുക്കും. എന്നിട്ട് ഞങ്ങൾ തെളിവൊന്നും ചോദിച്ചു വരില്ല. ഞങ്ങൾ പകരം വലീഫിനെ അങ്ങോട്ട് തല്ലിക്കൊല്ലും. വലീഫിനെ തല്ലിക്കൊന്നിട്ട് അങ്ങനെ ഒരാൾ ജനിച്ചിട്ടേ ഇല്ല എന്ന് ഞങ്ങൾ അങ്ങോട്ട് പറയും. ജനിച്ചിട്ടുണ്ടെങ്കിലല്ലേ പിന്നെ കൊല്ലുന്നതും അതിനുള്ള തെളിവും നോക്കി നടക്കേണ്ടതുള്ളൂ. അങ്ങനെ ഒരാൾ ജനിച്ചിട്ടേ ഇല്ല എന്ന് ഞങ്ങൾ അങ്ങോട്ട് പറയും. അപ്പോൾ നിങ്ങൾ എന്താക്കും? ചിലപ്പോൾ വലീഫിൻ്റെ ആളുകൾ കുറേ വീഡിയോകളൊക്കെ പുറത്ത് വിട്ടേക്കാം. അപ്പോൾ അതൊക്കെ AI ആണെന്നും പറയും. ഗോവിന്ദൻ പറയും പോലെ എല്ലാം AI ആണ്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ വലീഫേ. അപ്പോൾ കൂടുതൽ പ്രശ്നമൊന്നുമില്ല. അപ്പം മറുപടി ചിരിപ്പിക്കാതെ പോടെ ചെറുക്കാന്ന്. അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് അയാളുടെ ആ ഒരു സ്ഥാനത്തിരിക്കുമ്പേ മൂപ്പരെ കൊണ്ട് ഇപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ മാക്സിമം. അല്ലാണ്ട് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ പറയാൻ പറ്റുമോ? അപ്പോൾ പറ്റൂല. അപ്പോൾ വലീഫ് അങ്ങനെയൊന്നും കരുതണ്ട. പ്രതിപക്ഷ നേതാവിൻ്റെ കാല് തല്ലിയൊടിച്ചിന് ദൃശ്യങ്ങളില്ലെങ്കിൽ നീ ജീവിച്ചിരുന്നതിന് പോലും തെളിവുകൾ ഉണ്ടാവില്ല വലീഫേ. അത്രേ ഉള്ളൂ. നീ ജീവിച്ചിരുന്നതിന് അതിന് പോലും തെളിവുണ്ടാവില്ല. അപ്പോൾ മുട്ടാൻ വരുമ്പോൾ എടാ നിന്നോടം പോന്നോടോടം മുട്ടടാ. അല്ലെങ്കിൽ നിന്നെക്കാളും താഴെ എന്ന് തോന്നുന്ന നിൻ്റെ രാജാവ് പിണറായി വിജയനോടോ അല്ലെങ്കിൽ ഗോവിന്ദനോടോ അവരോടൊക്കെ പോയി മുട്ട്. മനസ്സിലായില്ലേ? VD സതീശനോട് മുട്ടാൻ വലീഫെ ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. നിന്നെ ജനിപ്പിച്ചവരെന്നൊന്നും പറയുന്നില്ല. കാരണം ആ പാവങ്ങളെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവരൊന്നും പറയുന്നില്ല. പക്ഷേ നീയേ ഈ വലീഫായിട്ട് ജനിച്ചാൽ ഇനി ഒരു 10,000 ജന്മം നീ ഇപ്പം ജനിച്ചതുപോലെ വലീഫായിട്ട് ജനിച്ചാൽ കാര്യമില്ല. അതുകൊണ്ട് നിനക്ക് VD സതീശനോട് മുട്ടാൻ പറ്റൂല. നീ മിനിമം വേറെ ഏതെങ്കിലും ഒരു ജന്മം ജനിക്കേണ്ടി വരും VD സതീശനോട് മുട്ടണമെങ്കിൽ. ഇപ്പോഴത്തെ നിൻ്റെ ജന്മം വെച്ചിട്ട് VD സതീശനോട് മുട്ടാൻ നീ ആയിട്ടില്ല എന്നുള്ളതാണ് നിന്നോട് പറയാനുള്ളത്.
അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, മനസ്സിലായില്ലേ? പ്രതിപക്ഷ നേതാവിൻ്റെ കാലം അങ്ങോട്ട് തല്ലിയൊടിച്ച് അതിന് ദൃശ്യങ്ങളുണ്ടോ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ പിന്നെ തിരിച്ചു ചോദിക്കുക എന്താണ്, നീ ജീവിച്ചിരുന്നിട്ടുണ്ടോ, അങ്ങനെ ഒരാൾക്ക് ജന്മം നൽകിയിട്ടുണ്ടോ എന്നുള്ളതിന് തെളിവുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുക. മനസ്സിലായില്ലേ? കാരണം പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെ ഒരാൾ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം എന്താ, നിന്നെ അങ്ങ് തല്ലിക്കൊല്ലും, പേപ്പട്ടിയെ തല്ലിക്കൊല്ലും പോലെ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആളാകാൻ വേണ്ടിയുള്ള കളികളാണ്, മനസ്സിലായില്ലേ? ആളാകാൻ പല കളികളും കളിക്കും, ആളായിട്ട് കാര്യമില്ലല്ലേ. ആളാകണം എങ്ങനെയാ? ഒരാൾ ആളാകാം, എസ്പെഷ്യലി രാഷ്ട്രീയക്കാരന് എങ്ങനെ ആളാവാൻ പറ്റും? ഒരു തെരഞ്ഞെടുപ്പിൽ ജനം വിജയിപ്പിച്ച് അവനെ ഒരു അധികാരത്തിൽ ഇരുത്തുന്നുണ്ടെങ്കിൽ അവൻ ആളായി എന്ന് പറയാം. ഇപ്പോൾ പിണറായി വിജയന് വേണേൽ പറയാം ഞാൻ ആളാണ് എന്നുള്ളത്, അത് നമ്മളില്ല ഒന്നും പറയുന്നില്ല, മനസ്സിലായില്ലേ? അതുപോലെ എന്ന് കരുതി ഇപ്പോൾ പിണറായി വിജയൻ ഇങ്ങനത്തെ വർത്തമാനം പറയുമോ? പിണറായി വിജയൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ വർത്തമാനം പറയണ്ട? പ്രതിപക്ഷ നേതാവിൻ്റെ കാല് തല്ലി ഒടിച്ചിട്ട് അത് പറയില്ല, മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ പിണറായി വിജയനെ അംഗീകരിക്കുന്ന ആൾക്കാരൊന്നുമല്ല, പക്ഷേ എന്നാലും ഒരു 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 ചില രാഷ്ട്രീയ മെച്യൂരിറ്റികൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ലെങ്കിലും ചിലതൊക്കെ ഉണ്ടാവുമല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവനൊന്നും ആ കൂട്ടത്തിലല്ലെന്നേ, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇവൻ മലപ്പുറംകാരനാണ്. ഇവൻ മലപ്പുറത്ത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല കേട്ടോ, കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഇവൻ്റെ മുമ്പ് വേറൊരു സാനുവായിരുന്നു, അവനും ഇതുപോലെ തന്നെയാണ്. ഇവരൊക്കെ ഗതികേടെന്താ? ഇവരൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കും, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നാൽ അതിലും മത്സരിക്കും, എന്നാലോ ഒരു വാർഡിന്ന് പോലും ജയിക്കുമോ? ഇന്നാ ഈ പഹയന്മാർക്കൊരു ബോധം വേണ്ടേ? ഞാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലീഗിനെതിരെ ഒരു വാർഡിൽ മത്സരിച്ച വ്യക്തിയാണ് ഞാൻ, എന്നിട്ട് ഞാൻ തോറ്റു. അങ്ങനത്തെ ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ മത്സരിച്ചാൽ പറയണ്ടല്ലോ അതിൻ്റെ ഗതി എന്നുള്ളത് ഇവൻ മനസ്സിലാക്കണ്ടേ? അല്ലേ പിന്നെ ജയിക്കാനാണെങ്കിൽ വല്ല കണ്ണൂരോ കോട്ടകൾ എവിടെയൊക്കെ കോട്ടകളുണ്ടെന്നല്ല പറയുന്നത്, അവിടെ പോയി മത്സരിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ രാഷ്ട്രീയ പക്വത പോലും ഇല്ലാത്ത സതീശൻ പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു. ചിരിപ്പിക്കാതെ പോട ചെറുക്ക എന്ന് പറഞ്ഞതുപോലെ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമാളിയാവുക, മനസ്സിലായില്ലേ? ഇവനെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇവന് ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് ഒരു എന്താ പറയേണ്ടത്, ഭൂലോക വിഡ്ഢിയാണ് എന്ന് അവനിക്ക് തന്നെ അറിയാം. പക്ഷേ അവനൊക്കെ അത് ഈ പൊട്ടത്തരവും വിഡ്ഢിത്തരവും പറയുമല്ലാതെ വേറെ രക്ഷയില്ല. കാരണം എന്താ, ഇപ്പം അവതാരകൻ ചോദിക്കുന്നതിനും പാനലിസ്റ്റുകളായിട്ടുള്ള മറ്റുള്ള ആളുകൾ ചോദിക്കുന്നതിനും മറുപടിയില്ല. അപ്പം എന്താ പിന്നെന്താ ആയുധം? ഈ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇവരെ ഞാൻ പല ഇടങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് സഹിക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ കാലങ്ങ് തല്ലി ഓടിച്ചിട്ട് അതിന് തെളിവില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളൊന്നും ചെയ്യൂല. കാല് തല്ലി ഓടിച്ച് നേരെ ആശുപത്രി കൊണ്ടുപോയിട്ട് അതിനുള്ള ചികിത്സ നൽകും, പ്രൈവറ്റ് ആശുപത്രിയിലാണ്. എന്നിട്ട് നിന്നെ പോലെ ഒരുത്തൻ ജനിച്ചിട്ടേ ഇല്ല എന്നുള്ളതാക്കും. ജനിച്ചാലല്ലേ ജീവിക്കുക. അപ്പം അങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല ഈ ലോകത്ത് എന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കും. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ഇല്ലെങ്കിൽ പൊട്ടനെ പോലെ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ഈ മേറ്റിങ്ങിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ വീട്ടിൽ പശു അല്ലെങ്കിൽ പോത്ത് ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടിട്ടുണ്ടാവും. അപ്പം മേറ്റിങ്ങിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഇപ്പോൾ പോത്താണെങ്കിലും പശു ആണെങ്കിലും ഇതിൻ്റെ വർഗത്തിൽപ്പെടുന്ന ആൺ വിഭാഗത്തിൽപ്പെടുന്ന ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ പെണ്ണിനെയാണ് പശു എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിലേ വിടുന്ന ആണുങ്ങളെ മൂരി എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ചില സ്ഥലത്ത് കുട്ടന്മാർ എന്നൊക്കെ പറയും. അപ്പോൾ എന്താവട്ടെ, അപ്പോൾ ഇതിലെ മെയിലായിട്ടുള്ളത് ഈ പെണ്ണിൻ്റെ പുറകിൽ പോയിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം കുടിച്ചിട്ട് ഇങ്ങനെ ഒരു വിളിക്കലുണ്ട്, മനസ്സിലാവില്ലേ? അതുപോലെയാണ് വസീഫിൻ്റെ വിളി എന്ന് പറയുന്നത്. പൊട്ടന് നിങ്ങളുടെ നാട്ടിൽ പൊട്ടന് പൂമാല കിട്ടിയതുപോലെ, കുരങ്ങന് പൂമാല കിട്ടിയതുപോലെ എന്നുള്ളൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ നാട്ടിൽ മറ്റൊരു പഴഞ്ചൊല്ലുണ്ട്, അതിവിടെ പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ചില വേർഡുകൾ ഞാൻ പറയാം. പൊട്ടന്
കഴിഞ്ഞിട്ടൊരു വാക്കുണ്ട്, ആ വാക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് പൊട്ടന് ഡേഷ് കണ്ട പോലെ എന്നാ ഒരു പറച്ചിൽ നമ്മുടെ നാട്ടിലുണ്ട്. അത് തന്നെയാണ് ഞാനിപ്പോൾ ഈ പശുവിൻ്റെ കാര്യം പറഞ്ഞത്. ഇങ്ങനെ ഒരു എള്ളിയുണ്ട്, ആ എള്ളിയാണ് ഇവൻ്റെത്. മനസ്സിലായില്ലേ? ഒരു പൊട്ടനാണ് എന്ന ഒരു സംസ്കാരം, അതിൽ ഒരു മെച്യൂരിറ്റി അതുമില്ല. പിന്നെ എന്താ വേണ്ടത്? ഒരു പൊളിറ്റിക്കൽ മര്യാദ അങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്നവർ നമ്മൾ കുറച്ച് മെച്ചോർഡാവണം, മര്യാദയുള്ളവരാവണം, റെസ്പെക്റ്റ് ഉള്ളവരാവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വേണ്ടതാണ്. നമ്മൾ ബാക്കിയുള്ള മനുഷ്യരോട് അത്തരത്തിലാണ് പെരുമാറേണ്ടത്. ഇനിയിപ്പോൾ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, നീ ഇപ്പം അങ്ങനെ ഒന്നല്ലല്ലോ പെരുമാറിയത്, ഇപ്പം എന്താ ചെയ്യാന്നേ? ഇവനെ പോലെയുള്ള ഓരോരുത്തരും നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ? അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കാലം അങ്ങോട്ട് തല്ലി ഓടിക്കുന്നതിന് ഞങ്ങൾ തെളിവില്ല എന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞാൽ ഇവനോട് നമ്മളെന്താ പിന്നെ പറയുക? എന്നാൽ പിന്നെ നീ ജനിച്ചു എന്നുള്ളതിന് പോലും തെളിവില്ലാതാക്കും ഞങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഗിവ് ആൻഡ് ടേക്കാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വസീഫിനെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മര്യാദ കാണിക്കണമല്ലോ. ഇപ്പോൾ ഈ ഉത്തരം മുട്ടിയ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്ന ഏർപ്പാടാവരുത്. വീണ ജോർജിനെ ആക്രമിച്ചതിന് ദൃശ്യങ്ങളില്ലെങ്കിൽ, തെളിവുകളില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വീണ ജോർജിനെ ആരും ആക്രമിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞ നുണയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഇത്തരം കൊഞ്ഞനം കുത്തലുകൾ വേണ്ട എന്നുള്ളതാണ് വസീഫിനോടൊക്കെ പറയാനുള്ളത്.